ഹലോ ഓൾ. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവരുടെ കൺട്രോളിങ് എന്ന് പറയുന്നത്, അല്ലേ? ഒട്ടുമിക്ക നാർസിസ്റ്റുകളും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ നമ്മളെ ഇങ്ങനെ കൺട്രോൾ ചെയ്താണ് വെക്കുക. എന്തുകൊണ്ടാണിത്? ആക്ച്വലി കൺട്രോൾ ഇല്ലെങ്കിൽ ഇവരുടെ ഭയങ്കര ഇൻസെക്യൂർഡാണ് ഇവരുടെ ഇൻസെക്യൂരിറ്റീസ് അപ്പോൾ പുറത്തു വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള അതിപ്പോൾ പാർട്ട്ണർ ആയിക്കോട്ടെ ആരാണോ ആ വിക്ടിമിനെ ഇവരെപ്പോഴും അവരുടെ കൺട്രോളിൽ വെക്കും. അതിപ്പോൾ അവരിടുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ, അവരെവിടെ പോകണം, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെ ആയിരിക്കണം, അവരാരോടും മിണ്ടണം, അവരെന്ത് ഡിസിഷൻസ് ലൈഫിൽ എടുക്കണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ഈ നാർസിസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ ഒരു വിക്ടിം ഇയാളെ ചുറ്റിപ്പറ്റി എല്ലാ കാര്യത്തിലും അയാളുടെ കൺട്രോളിൽ നിൽക്കുമ്പം ഈ നാർസിസ്റ്റിന് അത് ഭയങ്കരമായിട്ടുള്ള ഒരു വാലിഡേഷൻ, ഒരു അറ്റൻഷൻ അവിടെ കിട്ടുകയാണ്, അല്ലേ? അത് അയാളുടെ ആ ഒരു ഈഗോ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം അതുകൊണ്ടാണ് അവരിങ്ങനെ കൺട്രോളിങ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ ഫ്രീഡം എന്ന് പറയുന്നത് ഉണ്ടാവും, നാച്ചുറലി ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടാവും, നിങ്ങൾ ആരുടെയും കൺട്രോളിലായിരിക്കില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ.